കഥ തിരുമാംഗല്യം. തുടർച്ച. മഹേശ്വരി അമ്മ നെഞ്ചിലടിച്ച് കരഞ്ഞു പറഞ്ഞു, എൻ്റെ കുട്ടിയെ തിരിച്ചു കിട്ടിയാൽ തിരുമാംഗല്യം കഴിപ്പിക്കാം. ജീവൻ തിരിച്ചു കിട്ടിയ ദേവമിത്ര അതീവ സുന്ദരിയായി വളർന്നു വന്നു. അതോടൊപ്പം അച്ഛൻ്റെയും അമ്മയുടെയും സങ്കടങ്ങളും കൂടിക്കൂടി വന്നു. ആകെയുള്ളതൊരു പെൺതരി. അവളെ തിരുമാംഗല്യം കഴിപ്പിച്ചു കൊടുത്താൽ പിന്നെ അവർക്ക് ആരുമില്ല എന്നുള്ളത് സത്യമായൊരു കാര്യമാണ്. മഹാലക്ഷ്മി, നമ്മുടെ പൊന്നുമോളെ കണ്ടോ നീ? അവൾ എത്ര സുന്ദരിയായി വളരുന്നു. അവൾ ഋതുമതിയാകുന്ന ദിവസം എനിക്ക് ഭയമാണ്. എൻ്റെ കുട്ടിയെ തിരുമാംഗല്യം കഴിച്ചു കൊടുത്താൽ നമുക്ക് പിന്നെ അവളെ കാണാൻ പോലും പറ്റില്ല. ഇങ്ങനെ പറയുന്ന ഭർത്താവിനെ ഭാര്യ സമാധാനിപ്പിക്കുമായിരുന്നു. 7-ാം വയസ്സിൽ വിഷം തീണ്ടി അവൾ നമുക്ക് നഷ്ടമായിരുന്നെങ്കിലോ? അത് നമ്മൾ സഹിക്കേണ്ടായിരുന്നോ? ഒന്നുമില്ലെങ്കിൽ ക്ഷേത്രമഠത്തിൽ പോയി നമുക്ക് അവളെ കാണാമല്ലോ. ഭാര്യയുടെ വാക്കുകളിൽ അയാൾ സമാധാനം കണ്ടെത്തുമായിരുന്നു. നോക്കെ നോക്കെ ദേവമിത്ര വളർന്നുകൊണ്ടേയിരുന്നു. അവൾക്കിപ്പോൾ 12 വയസ്സ് കഴിഞ്ഞ് 13-ാമത്തെ വയസ്സ് തുടങ്ങുന്നു. 8-ാം തരത്തിൽ പഠിക്കുന്ന സമയത്താണ് ദേവമിത്ര ഋതുമതിയായത്. അതിനുശേഷം അവൾ സ്കൂളിൽ പോയിട്ടില്ല. വെയിലും മഴയും കൊള്ളാതെ അഗ്രഹാരത്തിൽ ദേവമിത്ര വളർന്നു. രാവും പകലും കണ്ണുമിഴിയാതെ അച്ഛനും അമ്മയും മകൾക്ക് കാവലിരുന്നു. ദേവമിത്ര ഋതുമതിയായ സമയത്ത് തിരുമാംഗല്യം കഴിഞ്ഞിട്ട് 7 വർഷമായിരിക്കുന്നു. 12 വർഷത്തിലൊരിക്കലാണ് തിരുമാംഗല്യം. അടുത്ത തിരുമാംഗല്യം നടക്കുവാൻ ഇനി 5 വർഷങ്ങൾ മാത്രം. 5 വർഷം കൂടി മാത്രമേ തൻ്റെ പൊന്നുമകൾ തന്നോടൊപ്പം ഉള്ളൂ എന്ന സത്യം ആ മാതാപിതാക്കളെ സങ്കടക്കടലിലേക്ക് തള്ളിവിട്ടുകൊണ്ടേയിരുന്നു. ഋതുക്കൾ മാറി മാറി വരുന്നു. ദേവമിത്ര പുറം ലോകം കാണാതെ കണ്വാശ്രമത്തിലെ ശകുന്തളയെപ്പോലെ വളർന്നു. മധുര 17 എത്തി നിൽക്കുന്ന ദേവമിത്രയെ കണ്ടാൽ അപ്സരസുകളെയും തോൽപ്പിക്കുന്ന സൗന്ദര്യം. ചന്ദനത്തിൽ കടഞ്ഞെടുത്ത പോലെ ശരീരവും ചന്തമേറിയ നെറ്റിത്തടവും എഴുതി വച്ചതുപോലത്തെ പുരികക്കൊടിയും നക്ഷത്രങ്ങളെ തിളങ്ങുന്ന കണ്ണുകളും ചുവപ്പേറിയ ചെന്താമര ചുണ്ടുകളും വലംപിരി ശംഖു പോലത്തെ കഴുത്തും ഉയർന്നു നിൽക്കുന്ന പാൽക്കുടങ്ങളും ആലില വയറും ഒതുങ്ങിയ അരക്കെട്ടും മൺകുടം കമഴ്ത്തിയ പോലത്തെ നിതംബവും അവളെ ഭൂമിയിലെ ദേവകന്യകയെ പോലെ തോന്നിച്ചിരുന്നു. ഋതുമതി ആയതു മുതൽ എന്നും ക്ഷേത്രത്തിൽ പോയി തൊഴുതുവന്ന് ഭക്ഷണം കഴിക്കുന്ന രീതിയായിരുന്നു നേർച്ചക്കാർക്കുള്ളത്. ആളുകൾ ക്ഷേത്രത്തിലെത്തുന്നതിന് മുൻപേ പരമേശ്വരയ്യർ മോളെ കൊണ്ടുപോയി തൊഴിയിച്ചു മടങ്ങുമായിരുന്നു. അതുകൊണ്ട് അധികം നാട്ടുകാരും ദേവമിത്രയെ കണ്ടിരുന്നില്ല. പരമേശ്വര അയ്യരുടെയും മഹാലക്ഷ്മി അമ്മയുടെയും അടുത്ത ബന്ധുക്കൾക്ക് മാത്രമേ വീട്ടിൽ പ്രവേശനമുണ്ടായിരുന്നുള്ളൂ. നിധി കാക്കുന്ന ഭൂതത്തെ പോലെ അച്ഛനും അമ്മയും ആ മകളെ കാത്തുപോന്നു. ആയിടയ്ക്കാണ് തിരുനയനാർ ക്ഷേത്രത്തിലെ മേൽശാന്തി ദത്തൻ തിരുമേനി തീപ്പെട്ടത്. പുതിയതായി എത്തിയ തിരുമേനി സുന്ദരനും ചെറുപ്പക്കാരനുമായ യദുകൃഷ്ണനായിരുന്നു. ദത്തൻ തിരുമേനി വിഷ്ണുപാദം പോയിട്ട് 3 മാസമായി. ക്ഷേത്രത്തിൽ തിരുമാംഗല്യം ഉത്സവത്തിന് കൊടിയേറി. ധനുമാസത്തിലെ പൂർണ്ണ പൗർണമിക്കാണ് ഉത്സവം ആരംഭിക്കുന്നത്. 11-ാം നാൾ തിരുമാംഗല്യ പൂജയോടൊപ്പം ക്ഷേത്രതന്ത്രി ഉത്സവം സമാപ്തി ചെയ്യും. ആദ്യത്തെ 2 ദിവസം കുംഭകലശമാറാട്ട്. വീണ്ടും ഒരു ഉത്സവത്തിന് 12 വർഷം കാത്തിരിക്കണം. ദേവമിത്ര 17-ൻ്റെ നിറവിൽ പൗർണമി തിങ്കൾ പോലെ പ്രകാശം പരത്തി നിൽക്കുന്നു. ക്ഷേത്രത്തിൽ തൊഴാൻ വന്നിരുന്ന മിത്രയെ 1-2 പ്രാവശ്യം യദുകൃഷ്ണൻ ശ്രദ്ധിച്ചിരുന്നുവെങ്കിലും മഞ്ഞച്ചേല ചുറ്റി നിൽക്കുന്ന കുട്ടി തിരുമാംഗല്യം കഴിക്കുവാനുള്ളതാണെന്ന ബോധ്യം കൊണ്ട് മനസ്സിനെ കടിഞ്ഞാനിടുകയായിരുന്നു. ഉത്സവം കൊടിയേറിയ മുതൽ പരമേശ്വരൻ അയ്യരുടെയും മഹേശ്വരിയമ്മയുടെയും ഹൃദയതാളം നിയന്ത്രണങ്ങൾക്ക് അധീനമായിരുന്നു. തിരുമാംഗല്യം നേർച്ചയുള്ളവർ അത് നടത്തുമ്പോൾ ബന്ധുക്കളെയും നാട്ടുകാരെയും വിളിച്ച് അന്നദാനം ചെയ്യണം. അവരുടെ മകളെ തിരുനായനാർക്ക് വിവാഹം കഴിച്ചു കൊടുക്കുകയാണല്ലോ. ദക്ഷയാഗത്തിന് പോയ സതി തിരിച്ചു വരാത്തത് ഭർത്താവിൻ്റെ വാക്ക് ധിക്കരിച്ചതുകൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന ആചാരമാണിവിടെ.
അതുകൊണ്ട് തന്നെ തിരുമാംഗല്യം കഴിച്ചു കൊടുക്കുന്ന കുട്ടികളുടെ മാതൃഗൃഹത്തിലെ ബന്ധവും അന്നവിടെ അറുത്തുമുറിക്കും. പിന്നെ മഠം മാത്രമാണ് അവരുടെ ലോകം. പല പ്രായത്തിലുള്ള സ്ത്രീകൾ ഇങ്ങനെ നേർച്ചക്കാരായി എത്തി മഠത്തിലുണ്ടാവും. മഠാധിപതിയുടെ നേതൃത്വത്തിലാണ് അച്ചടക്കത്തോടെയും ചിട്ടയോടെയും തിരുമാംഗല്യം കഴിഞ്ഞ പെൺകുട്ടികൾ ജീവിച്ചു പോരുന്നത്. ആ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും അന്യദേശക്കാരും ജാതി മതഭേദമില്ലാതെ തിരുനായനാർ ക്ഷേത്രത്തിലെ തിരുമംഗല്യ കാഴ്ച കാണാൻ എത്താറുണ്ട്. ആ വർഷം 2 പെൺകുട്ടികൾ മാത്രമാണ് തിരുമാംഗല്യ പൂജയ്ക്കുള്ളത്. 13 വയസ്സോളം പ്രായമുള്ള ശരണ്യയും 17ൻ്റെ നിറവിൽ നിൽക്കുന്ന മിത്രയും. ശരണ്യ കേശവ പണിക്കരുടെയും ശാരദാമ്മയുടെയും 4 മക്കളിൽ 4ാമത്തെ ആളാണ്. എന്നാൽ മിത്ര അങ്ങനെയല്ല. തപമിരുന്ന് പരമേശ്വരയ്യർക്ക് മഹേശ്വരി അമ്മയ്ക്കും കിട്ടിയ ഒരേ ഒരു മകൾ. അതുകൊണ്ട് തന്നെ അവരുടെ ദുഃഖം മകളെ പിരിയുന്നതിൽ ആഴക്കടലോളം ഉണ്ടായിരുന്നു. ഉത്സവം കഴിഞ്ഞു. കെട്ടുകാഴ്ചകളും വർണ്ണമനോഹരമായ ലൈറ്റുകളും ആളും ആർപ്പുവിളികളും ഒഴിഞ്ഞു. ദേവമിത്രയുടെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു. വരൻ തിരുനയനാർ കാപാലീശ്വരൻ. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായി പരമേശ്വര ദമ്പതികളും പടിയിറങ്ങി. ഇനി 3 ദിവസം അവർക്ക് ഈ ക്ഷേത്രത്തിൽ വരാൻ പാടില്ല. 3 ദിവസം കഴിഞ്ഞാൽ മകളെ കാണാൻ വരാം. അതിനും നിബന്ധനകളുണ്ട്. അവർ കൊണ്ടുവരുന്ന ഭക്ഷണങ്ങളോ വേറെ സാധനങ്ങളോ ഒന്നും മിത്രയ്ക്ക് സ്വീകരിക്കാൻ പാടില്ല. തീർത്തും അന്യരായി കണ്ടു മടങ്ങാം. കാലനേമിയുടെ പ്രകാണത്തിൽ രാവും പകലും മാറിക്കൊണ്ടേയിരുന്നു. അതോടൊപ്പം മാസങ്ങളും വർഷങ്ങളും. തിരുമാംഗല്യം കഴിച്ചവർ തിരുനൈനാർക്ക് ധാരയ്ക്കുള്ള വെള്ളം ക്ഷേത്രക്കുളത്തിൽ നിന്നും വെള്ളിക്കുടത്തിൽ കൊണ്ടുവന്ന് മേൽശാന്തിയുടെ കയ്യിൽ കൊടുക്കണം. ഓരോ ദിവസവും ഓരോരുത്തർക്കാണ് ഈ ദൗത്യം. മഠത്തിൽ തിരുമാംഗല്യം കഴിഞ്ഞവർ 7 പേരുണ്ടായിരുന്നു. ശാന്തിനി, വത്സല, ദേവി, തങ്കമണി, ഗിരിജ, സുമ, ദേവമിത്ര, ശരണ്യ. ഇവരാണ് ഭഗവാന്റെ ഭാര്യയായി സങ്കല്പിച്ച് മഠത്തിൽ കഴിയുന്നത്. ക്ഷേത്രത്തിൽ നിന്നും അല്പം വടക്കോട്ട് 1/2 കിലോമീറ്റർ ദൂരത്തിലാണ് തിരുനൈനാർ മഠമുള്ളത്. ശാന്തിനിക്കും വത്സലാദേവിക്കും 50 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. ഗിരിജയും സുമയും 38നും 44നും ഇടയിൽ കാണുമായിരിക്കും. 17 വയസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് മിത്ര മാത്രം. ക്ഷേത്രമഠം 3 ഏക്കർ സ്ഥലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. തിരുമാംഗല്യം കഴിഞ്ഞെത്തുന്ന സ്ത്രീകൾ മരണപ്പെട്ടാൽ തിരുനയനാർ ആറ്റിൻ്റെ കരയിൽ അവരെ സംസ്കരിച്ച് 3-ാം ദിവസം ആറ്റിൽ ചാരമൊഴുക്കുന്നു. ഈ ആറ് ഒഴുകി കന്യാകുമാരി സമുദ്രത്തിലെത്തിച്ചേരുന്നു. പുതിയതായി ക്ഷേത്രത്തിൽ മേൽശാന്തിയായിട്ട് 4 മാസമേ ആയിട്ടുള്ളൂ യദുകൃഷ്ണന്. തിരുമാംഗല്യ ദിവസം അവിടെ കൂടിയവരുടെ എല്ലാവരുടെയും കണ്ണുകളും പാർവതി ദേവി തന്നെ ഭൂമിയിൽ ഇറങ്ങി വന്നു എന്ന് തോന്നുന്ന വിധം സുന്ദരിയായി നിന്നിരുന്ന മിത്രയുടെ മുഖത്തായിരുന്നു. കൊടമഞ്ഞൾ കിട്ടിയ മഞ്ഞ കയർ കൂവളമരത്തിൽ കിട്ടുവാനായി എടുത്തു കൊടുത്തപ്പോൾ യദുകൃഷ്ണൻ്റെ കണ്ണുകൾ മിത്രയിലേക്ക് ആഴ്ന്നിറങ്ങിയിരുന്നു. രാത്രികാലങ്ങളിലെല്ലാം നക്ഷത്ര തിളക്കമുള്ള ആ കണ്ണുകൾ യദുകൃഷ്ണൻ്റെ ഹൃദയത്തെ കൊത്തി വലിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. രാത്രികളിൽ ഉറക്കം നഷ്ടപ്പെട്ടു തുടങ്ങി. ശില്പിയെ തോൽപ്പിച്ച ശില പോലെ നിൽക്കുന്ന രൂപം സദാ അയാളുടെ ഏകാഗ്രത നഷ്ടപ്പെടുത്തി തുടങ്ങി. തുടരും.